എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വൈൽഡ് കാർഡായിട്ട് സീക്രട്ട് ഏജന്റ് പോകുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് ഈ സീസണിൽ ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് കയറുന്നത്. അത് ഒരുപാട് പേർക്ക് ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. ഞാൻ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട്. പിന്നെ ഒട്ടുമിക്ക വീഡിയോസിലും ഈ സീക്രട്ട് ഏജന്റുമായി ബന്ധപ്പെട്ട വീഡിയോസിൽ എല്ലാവരും സീക്രട്ട് ഏജന്റ് സപ്പോർട്ടാണ്. പിന്നെ കുറേ പേര് നെഗറ്റീവും പറയുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷം സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. സായി ബിഗ് ബോസിൽ പോയി എന്നുള്ളതിനെ വെച്ചിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു. പിന്നെ കുറേ ട്രോളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാറും കൊണ്ട് അകത്ത് പോകുന്ന സെറ്റപ്പ്, അതൊക്കെ ചിരിക്കാനുള്ളതൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തിനാണ് സായി ഇപ്പോൾ ഈ സീസണിലും വൈൽഡ് കാർഡായിട്ട് പോയത്? അത് ഒരു നല്ലൊരു ചോദ്യം തന്നെയാണ്. അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി കോംബോ ഇത് അല്ലെങ്കിൽ ഈ റിവ്യൂ കാര്യങ്ങൾ മീൻസ് ബിഗ് ബോസിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം സായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ജാസ്മിൻ അസ്ല പണ്ടത്തെ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് സായി അതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ തന്നെ സായി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബിഗ് ബോസിന് തന്നെ അറിയാം. കാരണം ഈ ജാസ്മിൻ ഇഷ്യൂവിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് സിജോയും അതുപോലെ സംസാരിച്ചിട്ടുള്ളതാണ്. അതുപോലെ സിജോയെ കൊണ്ടുപോയി സിജോ ചില കാരണങ്ങളാൽ പുറത്തുപോയി. അന്നത്തെ വഴക്കും ഇഷ്യൂസും കാരണം സിജോ പുറത്തു പോകേണ്ടി വന്നു. പിന്നെ ഈ ജാസ്മിനായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നോറ. അപ്പൊ നോറ ജാസ്മിൻ അവരൊക്കെ പ്രീവിയസ് ഒരു ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന പോലെ നോറ ജാസ്മിൻ ഇൻവോൾവ് ആയത്. പിന്നെ ഇനി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് സായി സീക്രട്ട് ഏജന്റ് പുറത്ത് ഈ ജാസ്മിൻ വിഷയത്തിലൊക്കെ അന്ന് സംസാരിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സീക്രട്ട് ഏജന്റിനെ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ TRP കുത്തനെ ഉയരുമെന്ന് ബിഗ് ബോസിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയമൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് സീക്രട്ട് ഏജന്റിനെ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് കൊണ്ടുപോയത്. പിന്നെ ആ ഒരു ഫസ്റ്റ് എൻട്രി സമയത്ത് തന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടല്ലോ. പ്രൊമോയിൽ ഈ പറയുന്ന പോലെ ഗബ്രിയുടെ കട്ടൗട്ടിന് ഒരു ഹാരം ഇടുന്നുണ്ട് സീക്രട്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ഇതുപോലെ അതായത് ഈ പറയുന്നത് പോലെ ഇതിലാരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ തകർക്കാൻ താല്പര്യമുള്ളതോ എന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടായിരിക്കണം ഈ പറയുന്ന ഗബ്രിക്ക് ഹാരം ഇട്ട് കൊടുക്കുന്നത്. അത് തീർച്ചയാണ്, അത് ഉറപ്പാണ്. അല്ലാണ്ട് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, ഇപ്പോൾ ഈ ഹൗസിൻ്റെ അകത്ത് കളിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഗബ്രിക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും ഉള്ളിൽ കളിയാക്കിക്കൊണ്ടാണെങ്കിലും സായി അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഗബ്രി കോംബോ ഒന്നും പുറത്ത് ആർക്കും ഇഷ്ടമല്ല. അത് സായിക്ക് നന്നായിട്ട് അറിയാം. സായി അത് ഒരുപാട് വിമർശിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ വാപ്പ അന്നൊരു ഇന്റർവ്യൂവില് വേറൊരു മഴവിൽ കേരളയിലാണെന്ന് തോന്നുന്നു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന പോലെ സായിയെ കാറിന്റെ അകത്തിരുന്ന് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടിരുന്ന് പറയുന്നവൻ എന്നുള്ളൊരു സംബോധന അവിടെ ചെയ്തിട്ടുണ്ട്. സീക്രട്ട് ആയിട്ടിരുന്ന് ചിലവന്മാർ സീക്രട്ട് ആയിട്ട് പറയുന്നു എന്നുള്ളൊരു കേസ് അന്ന് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്ത് സായി അതിൻ്റെ അകത്ത് പോകുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകും. പിന്നെ വേറൊരു കേസ്, സായി എന്തായാലും ഈ പറയുന്ന ഹൗസിന്റെ ആ ഡോറ് തുറന്ന അകത്ത് എൻട്രി ആകുമ്പോൾ എൻ്റെ മോനെ കണ്ണും തള്ളി നിൽക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. 100-110% അവിടെ ഉള്ള എല്ലാത്തിൻ്റെ ഉയരും പോകും. സായി അറിയാന്നുള്ള എല്ലാത്തിൻ്റെ ഉയരും പോകും. ജാസ്മിൻ്റെ ഒക്കെ കിളി പറക്കും. പിന്നെ എനിക്ക് വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സായിയെ കാണുമ്പം മിക്കവാറും വായിക്കാതെ മുടിയാറുമില്ല സായിയെ കാണുമ്പം മിക്കവാറും ജാസ്മിൻ സായിയെ സോപ്പിട്ട് നിൽക്കാൻ വളരെ പോസിബിലിറ്റി കൂടുതലാണ്. സായിയുടെ പുറത്തുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളും ജാസ്മിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മിക്കവാറും സായിയെ താങ്ങി സായിയുടെ കൂടെ നിൽക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ അങ്ങ് പറ്റെങ്കിൽ എതിരെ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിന് തന്നെ പണി കിട്ടുമെന്ന് ജാസ്മിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജാസ്മിന് ഉറപ്പായിട്ട് സായിയെ താങ്ങി നിൽക്കാൻ നല്ല പോസിബിലിറ്റിയാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്. മനസ്സിലായി? എനിക്ക് നല്ലൊരു പോസിബിലിറ്റി തോന്നുന്നു. ജബ്രി എടുത്ത് കളയുന്നല്ല, ജബ്രിയെ സൈഡിൽ തൂക്കിയിട്ടിരുന്നാലും സായിയുടെ വന്നിട്ട് ഭയങ്കര ഒരു കിടിലമായിട്ട് സായിയുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാനുള്ളൊരു ചാൻസ് പോസിബിലിറ്റി കൂടുതലാണ് ജാസ്മിൻ. കാരണം അവളുടെ സ്വഭാവം വെച്ചിട്ട് അവൾ അതും ചെയ്യും, അതിൻ്റെ അപ്പുറം ചെയ്യും. അവളെ ക്യാരക്ടർ അങ്ങനെയാണ്. അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ജബ്രി ഇന്നലെ തന്നെ ലാലേട്ട പുറത്താക്കിയപ്പോൾ അവൾ പിന്നെ ആദ്യം ഒന്ന് കരഞ്ഞു വീഴ്ചയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവളൊന്ന് ഓക്കെ ആയിട്ട് അവൾ അടുത്ത് മറ്റേ റൊമാൻറ്റിക് ലുക്കൊക്കെ ഇട്ട് അവിടെ ചെയ്യുന്നുണ്ടില്ലേ. നമുക്കൊരാൾ പുറത്ത് പോയിക്കാൻ മാനസികമായിട്ട് നമുക്ക് അത്രയും വിഷമമുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൾക്കതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൾ അടുത്ത് സായി വരുമ്പോൾ അവൾക്ക് ഗെയിമിൽ ജയിക്കാൻ വേണ്ടി അവൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ജബ്രിയെ ഒന്ന് സൈഡാക്കിയിട്ട് സായിയുടെ കൂടെ കട്ടയ്ക്ക് ചങ്കായിട്ട് നിൽക്കാൻ ശ്രമിക്കും.
പക്ഷെ സായിക്ക് അറിയാമായിരിക്കുമല്ലോ, എന്തായാലും സായിക്ക് അവളുടെ റിയൽ ക്യാരക്ടർ വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഇവൾ ഏത് തരത്താണ്, ഏത് തലം വരെ ഇവള് പോകുന്നു സായിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാനാണ് പോസിബിലിറ്റി. അതുകൊണ്ട് വൈകിട്ടുള്ള എപ്പിസോഡ് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അതിൽ എന്തായാലും കയറുമ്പോൾ ഈ ഹൗസിൻ്റെ അകത്ത് സായി പോയി കയറുമ്പോൾ ഒന്ന് പൊളി. എന്തായാലും ആരും പൊളിഞ്ഞില്ലെങ്കിൽ ജാസ്മിൻ നന്നായിട്ട് പൊളി. ജാസ്മിൻ അടുത്ത് അവളുടെ ഗെയിം പ്ലാന് തന്നെ മാറ്റും. ജാസ്മിൻ ഉറപ്പാണ് അവളുടെ ഗെയിം പ്ലാൻ മാറ്റിയിട്ട് അവൾ വേറെ തലത്തിലോട്ട് അവൾ ചിന്തിച്ച് അടുത്ത് കളിക്കാൻ തുടങ്ങും. കാരണം സായി ഈ ബിഗ് ബോസിലെ ഓരോ പൊടിയും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും ഓരോന്ന് വീക്ഷിച്ച് പറയുന്നതും ഒക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ എന്തായാലും ഗെയിം പ്ലാൻ മാറ്റും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ കോംബോ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞടങ്ങണം. സത്യം, ഞാൻ സീരിയസ്ലി ഇതാ ഈ പബ്ലിക്കായിട്ടിരുന്നാണ് പറഞ്ഞത്. ഇവരുടെ ഒരു വൃത്തികെട്ട കോംബോ എനിക്ക് സത്യം പറയാമല്ലോ, പേഴ്സണലി ഒരു ലവ് കോംബോ കണ്ടിട്ട് ഇത്രയും ദേഷ്യം വരുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. കാരണം അസൂയല്ലടേ, ഇത് കണ്ടിട്ട് ഇതൊരു ലവ്, അവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊരു വൃത്തികെട്ട രീതിയാണ് അവരവിടെ കാണിക്കുന്നത്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലോട്ടല്ല അവരുടെ നീക്കങ്ങളും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര വെറുപ്പുള്ള ഒരു കോംബോയാണ് ഈ രണ്ടുപേരും. അതുകൊണ്ട് സായി പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഓഫ് ഒപ്പീനിയനിൽ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കണമല്ലോ, നടന്നാലല്ലേ നമുക്കത് ഒരു ഗുമ്മുള്ളൂ. എന്തായാലും നമ്മുടെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു വേവളങ്ങിക്കുക. സത്യം, കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയിൽ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇളകി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. സത്യം എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റിയും നല്ലൊരു പ്രതീക്ഷ ആകാംക്ഷയൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു വേവുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വീക്ക് മൊത്തം ആ സിജോയ് റോക്കിയൊക്കെ അടിയിച്ച് പിരിഞ്ഞെല്ലാം പോയതിനു ശേഷം വെറും വാഴകൾ മാത്രം നിറഞ്ഞൊരു സീസണായിട്ട് കിടക്കുമ്പോഴാണ് ഇങ്ങനൊരു വൈൽഡ് കാർഡ് എൻട്രി. അതും 1-2 പേരല്ല, 5 പേരെങ്ങാണ്ടാണ് കയറ്റി വിടുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉള്ളത് സായിയാണ്. സായി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ബിഗ് ബോസ് ഈ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നതുകൊണ്ട് തന്നെ നല്ല അരച്ച് കരയ്ക്ക് കുടിച്ചിട്ടായിരിക്കും ആശാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ വേറെ മാറ്റമില്ല. നല്ലത് വരട്ടെ. നമുക്കെന്തായാലും ആ ഒരു ഗെയിമിൽ മായമില്ലാതെ നന്നായിട്ട് സായിയും കളിക്കട്ടെ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കളിക്കട്ടെ. പിന്നെ മുടിയനൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു സായി കോൺടാക്ട് കാണുമായിരിക്കും. കാരണം മുടിയൻ്റെ ഇഷ്യൂ ഒക്കെ സായി സംസാരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ മിക്കവാറും ചില ദിവസം മുടിയനും ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നതാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഉറപ്പായിട്ട് ജാസ്മിൻ്റെ ആ കോംബോ പൊളിഞ്ഞു നടക്കണം. അവളുടെ കള്ളത്തരങ്ങൾ കുറേ കൂടി എക്സ്പോസ് ആവണം എന്നൊക്കെ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള കള്ളത്തനല്ല, അതെല്ലാം എക്സ്പോസ് ആയി തീർന്ന് അകത്ത് അവൾ കാണിക്കുന്ന ഈ ഒരു ഗെയിം സ്ട്രാറ്റജി അത് പൊളിഞ്ഞടങ്ങണം. അടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എന്തായാലും എൻ്റെ ഒപ്പീനിയൻ, പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് അവൾ മിക്കവാറും സായിയുടെ അടുത്ത് ഒട്ടാൻ ചാൻസ് ഉണ്ട്. ബ്രോ എന്ന് വിളിച്ച് ഒട്ടാൻ ചാൻസ് ഉണ്ട്. അവൾ അതും ചെയ്യാൻ എൻ്റെ അപ്പുറം ചെയ്യും. ഗെയിം ജയിക്കണമല്ലോ. അല്ലെങ്കിൽ തന്നെ അവൾ പറയുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കപ്പടിക്കുമ്പോൾ എൻ്റെ കൂടെ ഇവൻ കാണണം. കപ്പല്ല, നിനക്ക് ചായ കപ്പല്ല, അവിടെ ഇരിക്കുന്ന ഒരു മറ്റേ ബാത്റൂമിലെ കപ്പ് പോലും നിനക്ക് എടുക്കാൻ കിട്ടത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ട് നീ അത് നോക്കിയിരുന്നാൽ നിനക്ക് കപ്പല്ല ഒരു ഓപ്പും കിട്ടാൻ പോകണ്ട. ജാസ്മിൻ ഡേസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നീ എന്തായാലും കപ്പിൻ്റെ കാര്യം വിട്ടേക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. എനിക്ക് സായിൽ നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവരെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അവരുടെ ഗെയിം പ്ലാൻ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരും കളിക്കട്ടെ, വന്ന് കളിക്കുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ അറിയാം. അപ്പോൾ സായിലാണ് ഇപ്പോൾ നിലവിലൊരു പ്രതീക്ഷ ഉള്ളത്. എന്തായാലും ജാസ്മിൻ്റെ ഗെയിം സ്ട്രാറ്റജി എല്ലാം പൊളിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.